Hi friends, welcome to our channel. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നൈറ്റിൽ ക്രീം ആയിട്ടുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് നോക്കാം. നമുക്കുണ്ടാകുന്ന പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സും അതുപോലെ തന്നെ നമുക്ക് ഈ ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ട് പോയിട്ടുണ്ടാവുന്ന മാസ്കുകളില്ലേ, അതൊക്കെ മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു മാസ്ക് ആണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിക്കൻ ബോക്സ് വന്നു പോയാൽ നമുക്കുണ്ടാകുന്ന ആ കറുത്ത മാർക്സുകൾ മാത്രമേ ആയുള്ളൂ. നമുക്ക് ഓൾറെഡി വന്ന കുഴികൾ മാറില്ല കേട്ടോ. അത് നമുക്ക് കുഴി എന്താ പറയുക, അവിടെ ഒരു ബബിള് പോലെ വന്നിട്ട് പൊട്ടിപ്പോയിട്ടുള്ളതാണ്. അപ്പോൾ ആ കുഴികൾ ഒരു വർഷങ്ങളോളം എടുക്കും നമുക്ക് ആ ഒരു കുഴികളൊക്കെ ഒന്ന് നികന്ന് വരാനായിട്ട്. പക്ഷേ ആ കുഴിയിലുണ്ടാകുന്ന ആ ഒരു ഡാർക്ക് പിഗ്മെന്റേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു കറുത്ത ഒരു പാടുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക, എല്ലാ ദിവസവും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴും ഈവനിങ് ടൈമിൽ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ക്രീമായിട്ടാണെങ്കിൽ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ളവർക്കും യൂസ് ചെയ്യാം, 10 വയസ്സ് മുതൽ കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്താൽ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എങ്കിലാണ് നമ്മളിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം നമ്മൾ ഇതുപോലൊരു സ്റ്റോണാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാരണ പാറക്കല്ല് പരന്നത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. ഇതെല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ ഇടികല്ലില്ലേ, അതിന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മറുവശം ഉണ്ടല്ലോ, പരന്ന ഭാഗം ഉണ്ടല്ലോ, അടിഭാഗം, അതിങ്ങനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അവിടെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇതുപോലൊരു സ്റ്റോൺ നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും നല്ലതാണ്. നമുക്ക് എപ്പോഴും ഇതുപോലുള്ള ഫേസ് പാക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് വേണ്ടുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്തചന്ദനോ അല്ലെങ്കിൽ വെള്ള ചന്ദനമാണ്. അപ്പോൾ വൈറ്റ് സാൻഡൽവുഡ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അതല്ലെങ്കിൽ റെഡ് സാൻഡൽവുഡ് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇത് രണ്ടും സ്യൂട്ട് ആവുന്നവരും സ്യൂട്ട് ആവാത്തവരും ഉണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലും വൈറ്റ് സാൻഡൽവുഡാണ് സ്യൂട്ട് ആവുന്നത്. പക്ഷേ നമുക്ക് എപ്പോഴും പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സിനൊക്കെ എപ്പോഴും നല്ലത് റെഡ് സാൻഡൽവുഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെഡ് സാൻഡൽവുഡ് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള പാടുകളൊക്കെ മാറാനൊക്കെ റെഡ് സാൻഡൽവുഡാണ് നല്ലത്. പിന്നെ വന്നിട്ട് നമുക്ക് വേണ്ടുന്ന രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞളാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് കളറിലുള്ള കസ്തൂരി മഞ്ഞളാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നോർമലായിട്ടുള്ള നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ വേണമെങ്കിലും എടുക്കാം. മഞ്ഞളിൻ്റെ സ്റ്റിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉരച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പൗഡറാണുള്ളതെങ്കിൽ പൗഡർ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്ന ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോവേരയുടെ ജെല്ലാണ്. നിങ്ങൾക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ തൈരോ പാലോ നോർമൽ വാട്ടർ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ ഞാൻ എടുക്കുന്നത് റെഡ് സാൻഡൽവുഡ് ആണെന്ന്. ഇത് ഞാൻ നേരത്തെ ഉരച്ചൊരു പോർഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ഒറിജിനൽ സാൻഡൽവുഡാണ്. പക്ഷേ വെള്ളം എൻ്റെ കയ്യിലിരിക്കുന്നത് ഓൺലൈൻ വഴി മേടിച്ചതാണ്. അത് അത്ര ഒറിജിനൽ അല്ല കേട്ടോ. ആ ഒരു വൈറ്റ് സാൻഡൽവുഡ് എനിക്കതങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ അങ്ങാടിക്കടയിൽ നിന്നോ മറ്റോ എനിക്ക് മേടിക്കണം വൈറ്റ് സാൻഡൽവുഡ്. റെഡ് ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഒറിജിനലാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേരയുടെ ജെല്ലിൽ ഈ ഒരു റെഡ് സാൻഡൽവുഡ് നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇതിനകത്ത് ഇറങ്ങുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു റെഡ് കളറ് ഇതിനകത്ത് ഇങ്ങനെ ആ തടിയുടെ ആ ഒരു പീസ് ഇങ്ങനെ ഉരഞ്ഞുരഞ്ഞ് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു അലോവേരയുടെ ജെല്ലിൽ ഇങ്ങനെ ആയി കിട്ടും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു ക്രീം ബേസ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ല നിങ്ങൾക്ക് പാക്കായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആദ്യം കുറച്ചൊന്ന് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി അലർജി ഉള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം, പകരം കോഫി പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി നമ്മൾ പൊടിച്ച് ചേർത്തത് കൊണ്ട് തന്നെ ക്രീം ബേസായിട്ട് കിട്ടാൻ പാടായിരിക്കും. എങ്ങനെ പോയാലും അതിനകത്ത് തരികളുണ്ടാവും. അപ്പോൾ അങ്ങനെ തരികളുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഉടഞ്ഞ് നല്ല ക്രീമായിട്ടുള്ള ബേസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ബെനിഫിറ്റ് എല്ലാം ഒരേപോലെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ്. എന്നിട്ട് നന്നായിട്ട് ഇതിനെ എന്താ പറയുക ഉരച്ചുരച്ച് എല്ലായിടത്തും ഒരേ കൺസിസ്റ്റൻസി ആക്കിയാണ്. ഇനി ഇത് ക്രീമായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേരയുടെ ജെല്ലോ കുക്കുംബർ ജെല്ലോ അതല്ലെങ്കിൽ നമുക്ക് ഓറഞ്ച് ജെല്ലോ ഒക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഏത് ജെല്ലാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാം റെഡിമെയ്ഡ് ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ നമുക്കിത് 30 ഡേയ്സൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റൂ. അതല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് 2 to 3 ഡേയ്സൊക്കെ നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ല് അലർജി ഉള്ളൊരു റോസ് വാട്ടറിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ക്രീമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും തിക്നെസ് വേണ്ട, കുറച്ചുകൂടെ ലൂസായിട്ട് എടുത്താൽ മതി. പാക്കായിട്ട് ഇടുമ്പോഴാണ് നമുക്ക് ഇത്രയും തിക്ക് വേണ്ടത്. അപ്പം ലൂസാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അലോവേരയുടെ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം.
റോസ് വാട്ടറാണ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അലോവേരയുടെ ജെല്ലിലാണ് ഇത് മിക്സ് ചെയ്തെടുത്തത്, ഇനി കുറച്ച് ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൂസാക്കാം. നന്നായിട്ട് ഇതിന് ഞാൻ കാണിക്കുന്ന മാതിരി തന്നെ ഉരച്ചെടുക്കുക. അപ്പോൾ ആ ഒരു റെഡ് കളർ നമുക്കിതിനകത്ത് കിട്ടും. നല്ല തിക്കായിട്ടുള്ള പേസ്റ്റായിട്ട് വരികയും ചെയ്യും. നമ്മളിങ്ങനെ ഉരയ്ക്കുന്ന അനുസരിച്ച് ആ ഒരു സാൻഡൽവുഡ് ഇതിലേക്ക് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് കുറച്ച് പേസ്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ കൈ ഉപയോഗിച്ച് എല്ലായിടത്തും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഫേസ് പാക്ക് ആയിട്ടാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഫേസ് വാഷ് ചെയ്ത് ആവി പിടിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതല്ല ക്രീം ആയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ചെറിയൊരു കണ്ടെയ്നർ എടുക്കുക. അതിലേക്ക് നമ്മൾ തിക്കായിട്ട് ഉണ്ടാക്കിയ ഈ ഒരു പേസ്റ്റ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ക്രീമായിട്ടാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് റോസ് വാട്ടറോ കുറച്ച് അലോവേരയുടെ ജെല്ലോ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ളൊരു ക്രീമാക്കി യൂസ് ചെയ്യുക. നൈറ്റിൽ പാക്കായിട്ടാണെങ്കിൽ ഈവനിങ് ടൈമിൽ പാക്കായിട്ടിട്ട് വാഷ് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള റെമഡിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ഉറപ്പാണ്. ഏറ്റവും കുറഞ്ഞ ഒരു 3 മന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾ കണ്ട മാതിരി തന്നെയാണ്. ഇനി നിങ്ങളിത് ക്രീമായിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ചും കൂടി അലോവേരയുടെ ജെല്ല് ചേർത്ത് കുറച്ചുകൂടി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആക്കി നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്കിതൊരു ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനൊരു ഹാഫ് പോർഷനിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് കണ്ണിന് ചുറ്റും ഒക്കെ അപ്ലൈ ചെയ്യാം. കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിളൊക്കെ കുറയാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഞാനൊരു ഫേസിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രം അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വേണം വൈപ്പ് ഓഫ് ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾ ക്രീമായിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി തിന്നായിട്ടുള്ള പേസ്റ്റ് ആക്കി എടുക്കുക. അതായത് കുറച്ചും കൂടി അലോവേരയുടെ ജെല്ല് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത്രയും ഒരു തിക്ക് പേസ്റ്റ് വേണ്ട. ഇത് ഞാൻ ഫേസ് പാക്ക് ആയിട്ട് എടുത്തതുകൊണ്ടാണ് ഇത്രയും തിക്കായിട്ടുള്ള പേസ്റ്റ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ക്രീമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 30 ഡേയ്സ് വരെ നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ലാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷേ വിയർപ്പ് നമുക്കിപ്പോൾ ഭയങ്കര ചൂട് കാലാവസ്ഥ മാത്രമല്ല, ഞാൻ പുറത്താണ് ഇരിക്കുന്നത്, ഫാനൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വിയർത്തിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ വീണ്ടും വെറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഹാഫ് പോർഷൻ അപ്ലൈ ചെയ്ത ഭാഗം ഒന്ന് റിമൂവ് ചെയ്യാം എങ്ങനെയുണ്ട് എന്ന് അറിയാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത സ്ഥലം നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്ത് നല്ല പോലെ ഒന്ന് സ്മൂത്തും സോഫ്റ്റും ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഉണ്ടോ നല്ല പോലെ ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ക്രീമായിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പറയാം, ഇത്രയും തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി വേണ്ട കേട്ടോ, ലൈറ്റ് ആയിട്ട് മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. എല്ലാവരും യൂസ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും